നമുക്ക് നല്ലൊരു നാടൻ ഒഴിച്ചുകറി ഉണ്ടാക്കിയല്ലോ. പരിപ്പും മുരിങ്ങയിലയും ഇലിമ്പും പുളിയും ചേമ്പും തണ്ടും പ്രോൺസും വെച്ച്. പ്രോൺസ് ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് ഞാൻ ഈ ബൗളിനകത്ത് ഞാൻ 1-2 മണിക്കൂർ ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അത് കഴുകി വാരി ഞാൻ ഇതിലേക്ക് ഇട്ടു. ഇലിമ്പും പുളി ഒരു 3 ഇലിമ്പ് പുളി ഞാൻ ചേർത്തിട്ടുള്ളൂ. നല്ല പുളിയുള്ള ഇലിമ്പ് പുളിയാണ്, മൂത്തതായതുകൊണ്ട്. പിന്നെ ചേമ്പും തണ്ട് 1/4 ഭാഗം ഇട്ട് അതിൻ്റെ തൊണ്ടെല്ലാം പീൽ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിടുക കേട്ടോ. പിന്നീട് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിടുക. അതും അരിഞ്ഞിട്ട് ഒറ്റപ്പെടുത്ത് നന്നായിട്ട് മുരിങ്ങയിലയും കൂടി ഇട്ട് 1/4 ഇഞ്ചോളം മുഴുപ്പുള്ള ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് പിന്നീട് ആവശ്യത്തിനുള്ള മഞ്ഞളിട്ട് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് വിട്ട് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി ഇത് നമുക്ക് വേവിക്കാൻ വെക്കുക. ആ സമയം നമുക്ക് കുറച്ച് തേങ്ങ ഇടുക, അതിലേക്ക് ജീരകം ഇടുക, ലേശം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കാന്താരി മുളകും ഇട്ട് നമുക്ക് നന്നായിട്ട് അരച്ചിങ്ങെടുക്കാം. അരച്ചെടുത്ത് ആ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒന്ന് പച്ചമണം മാറാൻ വേണ്ടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ തീരെ തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് വേറൊരു ചെറിയൊരു നോൺ സ്റ്റിക്കർ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് വിട്ട് വറ്റൽമുളക് ഇട്ട് ഒരു വെളുത്തുള്ളി ഒന്ന് കീറിയിടണം കേട്ടോ. ഇതിലേക്ക് കടുക് ഇടാൻ നേരത്ത് എന്നിട്ട് അത് വിട്ടിട്ട് നമുക്ക് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കൊഞ്ചില്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ നല്ല രുചിയുമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്